ഹായ് ഫ്രണ്ട്സ്, വരാനിരിക്കുന്ന ട്രേസർ ഓവർസിയർ AE ഗ്രേഡ് എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള സബ്ജക്ട്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് സാനിറ്ററി എഞ്ചിനീയറിംഗ് ആണ്. അതിന്റെ ആദ്യത്തെ വീഡിയോ. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. സോ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൺലൈജേഴ്സ്. സൺലൈജ് എന്ന് പറയുന്നത് ബാത്റൂം, കിച്ചണ്, വാഷ് ബേസിനിൽ നിന്നുമൊക്കെ വരുന്ന ലിക്വിഡ് ഡിസ്ചാർജിനെ വിളിക്കുന്ന പേരാണ് സൺലൈജ്. അതിനകത്ത് സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഇല്ല, ലിക്വിഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് മാത്രം, അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ മാത്രം. അതിനെയാണ് നമ്മൾ സൺലൈജ് എന്ന് വിളിക്കുന്നത്. സോ ലിക്വിഡ് ഡിസ്ചാർജസ് ഫ്രം ബാത്റൂം, കിച്ചൺ, വാഷ് ബേസിൻ എക്സെട്ര. അപ്പൊ അതുകൊണ്ട് ഈ ഓപ്ഷനിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, വേസ്റ്റ് വാട്ടർ ഫ്രം ബാത്ത്. ബാത്റൂംസിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ. അവിടുന്ന് മാത്രമല്ല, അതോടെ ഓർക്കണം, കിച്ചണിൽ നിന്ന് വരുന്നതുണ്ട്, വാഷ് ബേസിനിൽ നിന്ന് വരുന്നതുള്ള, ഇങ്ങനെയുള്ള ലിക്വിഡ് ഡിസ്ചാർജിനെ വിളിക്കുന്ന പേരാണ് സൺലൈജ്. ഓൾ ടൈപ്പ് ഓഫ് ഹൗസ് വേസ്റ്റ് ആൻഡ് ഗാർബേജ് ഇൻ ഡ്രൈ ഫോം ഈസ് കോൾഡ്. എല്ലാത്തരം ഹൗസ് വേസ്റ്റും പ്ലസ് ഗാർബേജസ് ഇൻ ഡ്രൈ ഫോം, അതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഗാർബേജ്? ഗാർബേജ് എന്ന് പറയുന്നത് ഹൗസിൽ നിന്നുള്ള വേസ്റ്റ് ആണ്. അതൊന്നെങ്കിൽ സോളിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് ടൈപ്പ് ആയിരിക്കും. ലൈക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റ് അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റിനെയാണ് ഗാർബേജ് എന്ന് പൊതുവെ നമ്മൾ പറയുന്നത്. ഇനി ഓപ്ഷൻ നോക്കിയാൽ സീവേജ്. എന്താണ് സീവേജ്? ലിക്വിഡ് വേസ്റ്റ് ഓഫ് എ കമ്മ്യൂണിറ്റി ആണ് ഈ സീവേജ് എന്ന് പറഞ്ഞത്. ഓക്കെ, സൺലൈജ് കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതാണ്. നെക്സ്റ്റ് വൺ ആണ് റിഫ്യൂസ്. റിഫ്യൂസ് ആണ് ഗാർബേജിന്റെ ഡ്രൈ ഫോം എന്ന് പറയുന്നത്. ഗാർബേജ് അല്ലെങ്കിൽ ഹൗസ് വേസ്റ്റുകൾ ഒരു ഡ്രൈ ഫോമിൽ നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആ ടൈപ്പ് ഓഫ് വേസ്റ്റിനെ വിളിക്കുന്ന പേരാണ് റിഫ്യൂസ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, റിഫ്യൂസ്. The pieces of paper, crockery, scrap metal, etc. are classified as. എന്തൊക്കെയാണ്? പേപ്പറിന്റെ പീസസ്, ക്രോക്കറി ഐറ്റംസ്, സ്ക്രാപ്പ് മെറ്റൽസ്. ഇതൊക്കെ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. നമ്മൾ ഈ സീവേജും സൺലൈജും ഒക്കെ പറഞ്ഞതാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി വരും, റബ്ബിഷ്. റബ്ബിഷ് ആണ് പീസസ് ഓഫ് പേപ്പർ, ക്രോക്കറി ഐറ്റംസ്, സ്ക്രാപ്പ് മെറ്റൽസിനെ ഒക്കെ ആ കൂട്ടത്തിൽ, റബ്ബിഷ് എന്ന് പറയുന്ന ഐറ്റത്തിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇതിനെ പെടുത്തുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി. The system of collecting and carrying the sewage through sewers. അപ്പം സീവേജ് സീവറിൽ കൂടി കളക്ട് ചെയ്യുകയും ക്യാരി ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഫസ്റ്റ് സീവേജ് എന്താണെന്ന് പറഞ്ഞാൽ ലിക്വിഡ് വേസ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വേസ്റ്റ് ആണ്, അതാണ് സീവേജ് എന്ന് പറഞ്ഞു. ഇനിയും സീവർ എന്ന് പറഞ്ഞാൽ എന്തോ, ഈ സീവേജ് കൺവേ ചെയ്ത് കൊണ്ടുപോകുന്ന ആ പൈപ്പിനെ വിളിക്കുന്ന പേരാണ് സീവർ. ഇനി ആ സീവർ ഇങ്ങനെ കളക്ട് ചെയ്യുക, ക്യാരി ചെയ്തുകൊണ്ട് ഈ സീവേജ് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് സീവറേജ് സിസ്റ്റം. എന്താണ്? സീവറേജ് സിസ്റ്റം. വേസ്റ്റിനെ വിളിക്കുന്ന പേര് സീവേജ്. സീവർ എന്ന് പറയുന്ന ആ പൈപ്പാണ്, ആ സീവേജ് കൺവേ ചെയ്ത് കൊണ്ടുപോകുന്ന ആ പൈപ്പിംഗ് സിസ്റ്റം, പൈപ്പിനെ വിളിക്കുന്ന പേരാണ് സീവർ. ഇനി ആ സീവറിൽ കൂടി ഈ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഫുൾ കളക്ടിങ് ആൻഡ് ക്യാരിങ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ സിവറേജ് ആണ്. So answer is option B, sewerage. Sewages. കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞേ ഉള്ളൂ സീവേജ് എന്താണ് ലിക്വിഡ് വേസ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി. അതെന്ന് പറഞ്ഞ് ഡൊമസ്റ്റിക് ആവാം, ഇൻഡസ്ട്രിയൽ ഒറിജിൻ ആവാം. സോ അങ്ങനെയുള്ള വേസ്റ്റ് വാട്ടറിനെ വിളിക്കുന്ന പേരാണ് സീവേജ്. സോ ആൻസർ വരും ഓപ്ഷൻ ബി, എനി വേസ്റ്റ് വാട്ടർ ഓർ ഡൊമസ്റ്റിക് ഓർ ഇൻഡസ്ട്രിയൽ ഒറിജിൻ. ഡൊമസ്റ്റിക്കിൽ നിന്നും ആവാം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ലിക്വിഡ് വേസ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിനെ വിളിക്കുന്ന പേരാണ് സീവേജ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓൾ ട്രാപ്പ് ഹാവ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ട്രാപ്പ് എന്ന് നോക്കാം. ട്രാപ്പ് എന്ന് വെച്ചാൽ ഡ്രെയിനേജ് സിസ്റ്റം അല്ലെങ്കിൽ ഡ്രെയിൻ പൈപ്സുകളിൽ അവിടെ കൊടുക്കുന്ന ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ബെൻഡ് ഫിറ്റിംഗ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാപ്പ്. ഓൾവേസ് ഈ ഒരു ബെൻഡ് പോർഷനകത്ത് കുറച്ച് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ടർ സീഡ്. ഇനി എന്തിനാണ് ട്രാപ്പുകൾ നമ്മൾ ഡ്രെയിൻ പൈപ്പുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? അകത്തുള്ള ഒരു ബിൽഡിംഗ് സ്പേസിനകത്തേക്ക് സീവർ ഗ്യാസോ അല്ലെങ്കിൽ ഫൗൾ ആയിട്ടുള്ള ഗ്യാസോ എയറോ ഒന്നും എൻ്റർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണ് ട്രാപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓൾ ട്രാപ്പ് ഹാവ്, അതാണ് ക്വസ്റ്റ്യൻ.
അതിനകത്ത് എന്തുണ്ടായിരിക്കണം? ആഡ്വക്കേറ്റ് ആയിട്ടുള്ള വാട്ടർ സീൽ. ഏറ്റവും നല്ല എഫിഷ്യന്റ് ആയിട്ട് ട്രാപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ഈ വാട്ടർ സീല് നമ്മൾ നന്നായിട്ട് ആഡ്വക്കേറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ ട്രാപ്പ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുമെന്ന. സോ ഓൾ ട്രാപ്പ് ഹാവ് എ വാട്ടർ സീൽ. അതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനിയും ഈ വാട്ടർ സീലിന് ഒരു പർട്ടിക്കുലർ ഡെപ്ത് നമ്മൾ കൊടുക്കാറുണ്ട്. ആ ഡെപ്ത് ഓർത്തിരിക്കണം. 50 mm അല്ലെങ്കിൽ ചില ക്വസ്റ്റിനകത്ത് 45 mm എന്ന് കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു റേഞ്ച് വാല്യൂസ് ആയിരിക്കും നമ്മൾ വാട്ടർ സീല് ട്രാപ്പുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. The term which is measured as the vertical distance between crown and dip of a trap. നമ്മൾ ആദ്യം ട്രാപ്പ് എന്തായിരുന്നു പറഞ്ഞിരുന്നു. ട്രാപ്പിനകത്ത് നമ്മൾ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എടുക്കും, ക്രൗണും ഡിപ്പ് ഓഫ് ദ ട്രാപ്പും തമ്മിൽ. അത് തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേര് ഓപ്ഷൻ എ വാട്ടർ സീൽ. അതിനെ വിളിക്കുന്ന പേരെന്താണ്? വാട്ടർ സീൽ. എന്തൊക്കെ തമ്മിലാണ്? ക്രൗണും ട്രാപ്പിന്റെ ഡിപ്പും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ സീൽ. ആൻസർ ഓപ്ഷൻ എ. The minimum velocity which will prevent the silting of a particle in sewer. എന്താണ് സീവർ എന്ന് പറഞ്ഞാൽ? സീവേജിനെ കൺവേ ചെയ്തുകൊണ്ട് പോകുന്ന പൈപ്പിനെ വിളിക്കുന്ന പേരാണ് സീവർ. അപ്പൊ സീവറിനകത്ത് ഇങ്ങനെ സീവേജ് പൊക്കോണ്ടിരിക്കുമ്പം അവിടെ സിൽട്ടിങ്, ആ പാർട്ടിക്കിളിന്റെ സിൽട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ ഒരു മിനിമം വെലോസിറ്റി ഉണ്ട്. ആ മിനിമം വെലോസിറ്റിയെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ആൻസർ സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി എന്നാണ്. ഇനി എന്താണ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി? നമുക്കറിയാം, ഈ കൺവേ ചെയ്ത് കൊണ്ടുപോകുന്ന ലിക്വിഡിനകത്ത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കാണും, ഹെവി ആയിട്ടുള്ള സോളിഡ്സ് കാണും. സോ ഇതിനെ ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ഈ വെലോസിറ്റിക്ക് അകത്ത് പറ്റും. അതാണ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. ഫ്ലോട്ടിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെവിയർ ആയിട്ടുള്ള സോളിഡ്സ് ആയിക്കോട്ടെ, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഈസി ആയിട്ട് ഈ ഒരു വിത്തിൻ വെലോസിറ്റിയിൽ പറ്റും. അതാണ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. അതേപോലെ സീവറിനകത്ത് സിൽട്ടിങ്ങും സ്കോറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഡെപ്പോസിഷൻ കാണത്തില്ല, പെട്ടെന്ന് തന്നെ ഈ പറയുന്ന സോളിഡ്സിനെ എല്ലാം കൂടെ കൺവേ ചെയ്തുകൊണ്ട് പോകാൻ, ഒരു അടിഞ്ഞ് കൂടുന്ന ഒരു പ്രവണത കാണിക്കാതെ അതിനെ എന്ത് ചെയ്യുക, സോളിഡ്സിനെ ഫുള്ളി പെട്ടെന്ന് കൺവേ ചെയ്തുകൊണ്ടേ പോവുക. അതിനെടുക്കുന്ന മിനിമം വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി. Dash prevent the entry of sewer gases from the public sewer line into the house drains. അപ്പൊ നമ്മൾ കുറച്ച് ട്രാപ്പുകൾ പഠിച്ചിരുന്നു. ആ ട്രാപ്പിനകത്തെ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചോദ്യമാണ്. അപ്പം ട്രാപ്പിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. ട്രാപ്പിന്റെ ക്ലാസിഫിക്കേഷൻ 2 തരമാണ്. അക്കോർഡിംഗ് ടു ദ ഷേപ്പ്, അക്കോർഡിംഗ് ടു ദ യൂസ്. അക്കോർഡിംഗ് ടു ദ ഷേപ്പിൽ അധികമൊന്നും ഇല്ല. അതിനകത്ത് പി ട്രാപ്പ് ഉണ്ട്, ക്യൂ ട്രാപ്പ് ഉണ്ട്, എസ് ട്രാപ്പ് ഉണ്ട്. ജസ്റ്റ് അതിന്റെ ഷേപ്പിന്റെ ബേസിസിൽ അതിനുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. മെയിൻലി നമ്മൾ വാട്ടർ ക്ലോസറ്റ്സിൽ ഉപയോഗിക്കുന്ന ട്രാപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പി ട്രാപ്പ് ആണ്. ഈ ഷേപ്പിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ വാട്ടർ ക്ലോസറ്റ്സിൽ വൈഡലി അല്ലെങ്കിൽ കോമൺലി യൂസ് ചെയ്യുന്ന ട്രാപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പി ട്രാപ്പ് ആണ്. ട്രാപ്പിന്റെ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു യൂസ് അനുസരിച്ച്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ട്രാപ്പ് അതിന്റെ ഫംഗ്ഷനും ഓർത്തിരിക്കണം. ഫസ്റ്റ് വൺ ആണ് ഫ്ലോ ട്രാപ്പ്. ഫ്ലോ ട്രാപ്പ് എന്ന് പറയുന്നത് സാധാരണ റൂംസിന്റെ ഫ്ലോർ അല്ലെങ്കിൽ ബാത്റൂംസ്, കിച്ചൺ, അതിന്റെയൊക്കെ ഫ്ലോറിലായിരിക്കും ഈ ടൈപ്പ് ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത, ഇത് സൺലൈറ്റ് പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം വെള്ളം പോകുന്നു, സൺലൈറ്റ് പൈപ്പിലോട്ടേക്ക് അത് എന്ത് ചെയ്യുന്നു, കൺവേഡ് ആക്കി വരുന്നു. അതിനിടയ്ക്ക് കൊടുക്കുന്ന ഒരു ട്രാപ്പാണ് ഈ ഫ്ലോ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ മുകളിൽ നിങ്ങൾ കാണുന്ന പോലെ ഒരു കാസ്റ്റ് അയൺ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലോ അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് ആയിട്ടുള്ള ഗ്രേറ്റിംഗ്സോ ടോപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ ലാർജർ ആയിട്ടുള്ള വല്ല സോളിഡ് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ എൻട്രിയെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു ഗ്രേറ്റിംഗ്സ് അവിടെ കൊടുക്കുന്നത്. അതേപോലെ നമുക്കറിയാം, ഈ ഒരു സൺലൈറ്റ് അല്ലെങ്കിൽ പൈപ്പില് ലിക്വിഡ് വേസ്റ്റ് മാത്രമേ, അപ്പൊ സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ബ്ലോക്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ടോപ്പിൽ എന്ത് കൊടുത്തിരിക്കുന്നത്, കാസ്റ്റ് അയണിന്റെയോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയോ അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് ആയിട്ടുള്ള ഗ്രേറ്റിംഗ്സ് ഈ ട്രാപ്പിന്റെ ടോപ്പ് ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫ്ലോ ട്രാപ്പ് ഓർത്തിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ. സൺലൈറ്റ് പൈപ്പുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാത്റൂംസിനെയോ കിച്ചൺസിനെയോ ഒക്കെ ഫ്ലോറിലായിരിക്കും. അതാണ് ഫ്ലോ ട്രാപ്പ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ആണ് ഗള്ളി ട്രാപ്പ്. ഗള്ളി ട്രാപ്സ് എന്ന് പറയുന്നത് ഡ്രെയിൻ പൈപ്പിന്റെ ഡിഫറെന്റ് പ്ലേസസിലായിരിക്കും ഈ ട്രാപ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ സൺലൈറ്റിന്റെയും
മെയിൻ സീവേഴ്സിന്റെയും ഇന്റർസെക്ഷൻ പോർഷനിലാണ് ഈ ഗള്ളി ട്രാപ്സ് കൊടുക്കുന്നത്. എവിടെയാണ്? ഇന്റർസെക്ഷൻ ഓഫ് സള്ളേജ് ആൻഡ് മെയിൻ സീവേഴ്സ്. അപ്പൊ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഡ്രെയിൻ പൈപ്പിന്റെ ഡിഫറെന്റ് പ്ലേസസിലാണ് കൊടുക്കുന്നത്. അതേപോലെ സള്ളേജിന്റെയും മെയിൻ സീവേഴ്സിന്റെയും ഇന്റർസെക്ഷൻ പോർഷനിലുമാണ് ഈ ഗള്ളി ട്രാപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ്. ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് എന്ന് പറയുന്നത് സാധാരണ മുനിസിപ്പൽ സീവേഴ്സിന്റെയും ഹോം സീവേഴ്സിന്റെയും ജംഗ്ഷൻ ഭാഗത്താണ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഇറ്റ്സ് എ ലാസ്റ്റ് മാൻഹോൾ ഓഫ് ഹൗസ് ഡ്രെയിനേജ് സിസ്റ്റം. ഹൗസ് ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ ലാസ്റ്റ് മാൻഹോൾ ആണ് ഈ ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് എന്ന് പറഞ്ഞത്. അതേപോലെ നമ്മൾ പറഞ്ഞായിരുന്നു മുനിസിപ്പൽ സീവേഴ്സിന്റെയും ഹോം സീവേഴ്സിന്റെയും ജംഗ്ഷനിലാണ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുക. അപ്പം മുനിസിപ്പൽ സീവറിൽ നിന്ന് അല്ലെങ്കിൽ പബ്ലിക് സീവറിൽ നിന്ന് വരുന്ന ഫൗൾ ഗ്യാസസിനെ ഹോം സീവറിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ എൻട്രിയെ പ്രിവെന്റ് ചെയ്യാൻ കൂടിയാണ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പിനകത്ത് ഓർത്തിരിക്കേണ്ടത് ഈ പറയുന്ന മുനിസിപ്പൽ സീവേഴ്സിന്റെയും ഹോം സീവേഴ്സിന്റെയും ജംഗ്ഷനിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഹൗസ് ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ ലാസ്റ്റ് മാൻഹോൾ ആണ്. പിന്നെ പബ്ലിക് സീവേഴ്സിൽ നിന്നും ഹോം സീവേഴ്സിലേക്ക് ഉള്ള ഫൗൾ ഗ്യാസസിന്റെ എൻട്രി എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. ഇത്രയാണ് അക്കോർഡിംഗ് ടു യൂസിന്റെ ബേസിസിലുള്ള ട്രാപ്പിന്റെ ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയാണ്? ഫ്ലോർ ട്രാപ്സ് ഫ്ലോറിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗള്ളി ട്രാപ്പ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഡ്രെയിൻ പൈപ്പിന്റെ ഡിഫറെന്റ് പ്ലേസസിലാണ് അല്ലെങ്കിൽ സള്ളേജിന്റെയും മെയിൻ പൈപ്പിന്റെയും ഇന്റർസെക്ഷൻ പോർഷനിലാണ്. ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് എന്ന് പറയുന്നത് മുനിസിപ്പൽ സീവേഴ്സിന്റെയും ഹോം സീവേഴ്സിന്റെയും ഇന്റർസെക്ഷൻ പോർഷനിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത്രയാണ് അക്കോർഡിംഗ് ടു യൂസിന്റെ ബേസിസിലുള്ളത്. സോ ഇനി ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡാഷ് പ്രിവെന്റ് ദ എൻട്രി ഓഫ് സീവർ ഗ്യാസ് ഫ്രം പബ്ലിക് സീവർ ലൈൻ ഇൻ ടു ഹൗസ് ഡ്രെയിൻസ്. പബ്ലിക് സീവറിൽ നിന്നും ഹൗസ് ഡ്രെയിൻസിലേക്ക് ഈ സീവർ ഗ്യാസിന്റെ എൻട്രിയെ പ്രിവെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രാപ്പ് ആണ്. ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി, ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ്. ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് എന്തിനായിരുന്നു? ഈ പറഞ്ഞ മുനിസിപ്പൽ സീവേഴ്സിനെ ഹോം സീവേഴ്സിനെ ഇന്റർസെക്ഷനിലാണ് കൊടുക്കുന്നത്. ഫൗൾ ഗ്യാസസ് ഈ പറഞ്ഞ പബ്ലിക് സീവറിൽ നിന്നും ഹൗസ് ഡ്രെയിനേജിലേക്ക് വരുന്നതിനെ എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. സോ ആൻസർ ഓപ്ഷൻ സി, ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ്. In the last manhole of house drainage system, the trap provided. കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതേ ഉള്ളൂ. ഹൗസ് ഡ്രെയിനേജിന്റെ ലാസ്റ്റ് മാൻഹോളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ട്രാപ്പ് ആണ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ്. സോ ആൻസർ ഓപ്ഷൻ ഡി, ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ്. ബൾക്കിംഗ് ഓഫ് സ്ലഡ്ജ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ. സ്ലഡ്ജിന്റെ ബൾക്കിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എയറേഷൻ എന്ന് പറയുന്നത്. എയറേഷൻ ആണ് സ്ലഡ്ജിന്റെ ബൾക്കിംഗ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എയറേഷൻ. ഫിഗർ കാണിച്ചിരിക്കുന്നതാണ് ബൾക്കിംഗ് ഓഫ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. നമ്മൾ എയറേഷൻ ഉപയോഗിച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. A flotation unit is usually provided to remove. സാധാരണ ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ സ്കിമ്മിങ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ തന്നിരിക്കുന്ന ഗിവൺ ആയിട്ടുള്ള സാമ്പിളിന് വാട്ടറിനെക്കാട്ടും സ്പെസിഫിക് ഗ്രാവിറ്റി കുറവാണെങ്കിൽ അത് എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് ഓയില്, ഗ്രീസ്. സ്പെസിഫിക് ഗ്രാവിറ്റി കുറവുള്ള സബ്സ്റ്റൻസ് ആണ്. സോ അതെന്ത് ചെയ്യും? മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. എന്നിട്ട് അതിനെ നമുക്ക് ഈ ഫ്ലോട്ടിംഗ് ചേംബർ അല്ലെങ്കിൽ സ്കിമ്മിംഗ് ടാങ്ക് അതിന്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ അതിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഫ്ലോട്ടേഷൻ യൂണിറ്റ് യൂഷ്വലി നമ്മൾ എന്തിനെ റിമൂവ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ആണ് ഓപ്ഷൻ ബി, ഓയിൽ ആൻഡ് ഗ്രീസ്. ഓയിലും ഗ്രീസിനും സ്പെസിഫിക് ഗ്രാവിറ്റി വാട്ടറിനെക്കാട്ടിലും കുറവാണ്. സോ അതുകൊണ്ട് അത് എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. അത് എവിടെ വെച്ചാണ്? ഒന്നുകിൽ സ്കിമ്മിംഗ് ടാങ്ക് അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ യൂണിറ്റ് വെച്ചിട്ടായിരിക്കും നമുക്ക് അങ്ങനെയുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. The unit in which both sedimentation and digestion process of sludge take place simultaneously. ഇപ്പം ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതിലാണ് സെഡിമെന്റേഷനും ഡൈജഷനും ഒരേ സമയം അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ്ലി ആയിട്ട് നടക്കുന്ന ഏത് യൂണിറ്റിലാണ്? സാധാരണ നമ്മൾ സെപ്റ്റിക് ടാങ്കും എംഹോഫ് ടാങ്കുമാണത് പറയുന്നത്. ഇതിനകത്ത് ഓപ്ഷനകത്ത് എംഹോഫ് ടാങ്ക് ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് അത് എടുക്കാൻ പറ്റും എംഹോഫ് ടാങ്ക്. സെപ്റ്റിക് ടാങ്കും കറക്റ്റ് ആണ്. സെഡിമെന്റേഷനും ഡൈജഷനും ഒരേ സമയത്ത് തന്നെയാണ് നടക്കുന്നത്. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് എംഹോഫ് ടാങ്ക് ആണ്. എംഹോഫ് ടാങ്കിന്റെ പ്രത്യേകത സെഡിമെന്റേഷനും ഡൈജഷനും ഒരേ സമയമാണ് നടക്കുന്നത്, പക്ഷേ ഡിഫറെന്റ് ചേംബേഴ്സിലായിരിക്കും. രണ്ട് പ്രോസസ്സ് നടക്കാൻ 2 ചേംബർ കാണും. ആ 2 ചേംബറിലായിട്ടായിരിക്കും ഈ എംഹോഫ് ടാങ്കിൽ സെഡിമെന്റേഷനും ഡൈജഷനും നടക്കുന്നത്. പക്ഷെ സെപ്റ്റിക് ടാങ്കിൽ അങ്ങനെയല്ല. രണ്ടും ഒരു സ്ഥലത്ത് ഒരു ചേംബറിൽ തന്നെയാണ് ഡൈജഷനും ഈ പറയുന്ന സെഡിമെന്റേഷനും ഒക്കർ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ആൻസർ എന്ത് വരും?
ഓപ്ഷൻ സി എംഹോഫ് ടാങ്ക്. സ്കിമ്മിംഗ് ടാങ്ക് ഓൾറെഡി പറഞ്ഞായിരുന്നു, ഡൈജഷൻ ടാങ്ക് ഡൈജഷൻ ആണ് നടക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്, എംഹോഫ് ടാങ്ക്. മിനിമം വിഡ്ത്ത് ഓഫ് സെപ്റ്റിക് ടാങ്ക്. സെപ്റ്റിക് ടാങ്കിന്റെ മിനിമം വിഡ്ത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി 75 സെന്റിമീറ്റർ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ വാല്യൂ ഒന്ന് കാണാൻ പഠിക്കാം. മിനിമം വിഡ്ത്ത് ഓഫ് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് 75 സെന്റിമീറ്റർ ആണ്. ഇതിനകത്ത് സെഡിമെന്റേഷനും ഡൈജഷനും ഒരേ ചേംബറിലാണ് നടക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതാണ്. അനേറോബിക് കണ്ടീഷനിലാണ് ഇവിടെ എന്ത് നടക്കുന്നത്, ട്രീറ്റ്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ മിനിമം വിഡ്ത്ത് ഓഫ് സെപ്റ്റിക് ടാങ്ക് ആണ്. ആൻസർ ഓപ്ഷൻ ബി 75 സെന്റിമീറ്റർ. The biological decomposition of organic matter in a sewage is called. സീവേജിലെ ഓർഗാനിക് മാറ്റേഴ്സിന്റെ ബയോളജിക്കൽ ഡീകമ്പോസിഷനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ഡീകമ്പോസിഷൻ. ബയോളജിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ സീവേജ്, അതിനെ വിളിക്കുന്ന പേരാണ് ഡീകമ്പോസിഷൻ. സോ ആൻസർ ഓപ്ഷൻ ബി. Copper sulfate is used in treatment of water for controlling. സാധാരണ നമ്മൾ കോപ്പർ സൾഫേറ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത് ആൽഗേസിനെ കൺട്രോൾ ചെയ്യാനാണ്. ഇപ്പൊ ഇതിനകത്ത് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ആൽഗയുടെ പ്രസൻസ് കാരണം മെയിൻലി റിവർ എന്ത് ചെയ്യുന്നു, പൊള്യൂട്ടഡ് ആവാറുണ്ട്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ വാട്ടറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽഗേസിന്റെ എമൗണ്ട്, അതിന്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യും. സോ കോപ്പർ സൾഫേറ്റ് മെയിൻലി നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റിനകത്ത് ഉപയോഗിക്കുന്നത് ഇറ്റ് വിൽ കൺട്രോളിങ് ദ എമൗണ്ട് ഓഫ് ആൽഗെ. ആൽഗയുടെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ആൽഗെ ഗ്രോത്ത് എന്തുകൊണ്ട് വെള്ളത്തിൽ ഉണ്ടാകുന്നു, എന്തുകൊണ്ടാണ്? അസിഡിറ്റി, വെള്ളത്തിലെ അസിഡിക് നേച്ചർ കൂടുതലാകുമ്പോഴാണ് ആൽഗേസ് വെള്ളത്തിൽ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റോട് ഓർത്തിരിക്കണം. അതും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൽഗയുടെ എമൗണ്ട് അല്ലെങ്കിൽ ആൽഗെ ഗ്രോത്ത് കൂടുന്നതിനുള്ള കാരണം വെള്ളത്തിനകത്ത് അസിഡിക് നേച്ചർ കൂടുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ അസിഡിക് നേച്ചർ കൂടുതൽ അല്ലെങ്കിൽ ആൽഗയുടെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻസ്. വെള്ളത്തിൽ ഇങ്ങനെ ജസ്റ്റ് ആ സൊല്യൂഷൻ ഇടുമ്പം അതെന്ത് ചെയ്യും, ആൽഗയുടെ ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യും. സോ ആൻസർ ഓപ്ഷൻ എ, ആൽഗെ. Which one is not a ablution fitting? ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് അബ്ലൂഷൻ ഫിറ്റിംഗ് അല്ലാത്തത്? ഫസ്റ്റ് ഓഫ് ഓൾ സാനിറ്ററി ഫിറ്റിംഗ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സോയിൽ ഫിറ്റിംഗ്സ്, അബ്ലൂഷൻ ഫിറ്റിംഗ്സ്. അതിനകത്ത് സാനിറ്ററി ഫിറ്റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു അപ്ലയൻസസ് ആണ്. നമ്മൾ ഹൗസ് പ്ലംബിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഈ അപ്ലയൻസസ് ആണ് ഈ സാനിറ്ററി ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ. എന്തിനെയൊക്കെ റിസീവ് ചെയ്യാനാണ്? ഹ്യൂമൻ എക്സ്ട്രാസിനെയും സള്ളേജ് വേസ്റ്റസ് ഓഫ് ഹൗസിനെ റിസീവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അപ്ലയൻസസ് ആണ് നമ്മുടെ ഈ സാനിറ്ററി ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞത്. അതിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, സോയിൽ ഫിറ്റിംഗ്സും അബ്ലൂഷൻ ഫിറ്റിംഗ്. ഈ സോയിൽ ഫിറ്റിംഗ്സിനകത്ത് വരുന്നതാണ് വാട്ടർ ക്ലോസറ്റ്സ്, യൂറിനൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് ഉൾപ്പെടുന്നത്, ഹ്യൂമൻ എക്സ്ട്രാസ് ആണ്. അബ്ലൂഷൻ ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത് വെറും സള്ളേജ് ആണ്, ദാറ്റ് മീൻസ് ലിക്വിഡ് വേസ്റ്റുകൾ മാത്രമാണ്, ലിക്വിഡ് മാത്രമാണ്. അബ്ലൂഷനകത്ത് എക്സാമ്പിൾ നോക്കാൻ ഫ്ലഷിംഗ് സിസ്റ്റൺ ആയാലും വാഷ് ബേസിന്, ബാത്ത്, ദെൻ കിച്ചൺ സിങ്സ്, ഇതിൽ നിന്നൊക്കെ വരുന്നത് എന്താണ്, സള്ളേജ് ആണ് അല്ലെങ്കിൽ ലിക്വിഡ് വേസ്റ്റുകളാണ്. അപ്പൊ അബ്ലൂഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് വേസ്റ്റുകൾ കൊണ്ടുപോകുന്ന ഫിറ്റിംഗ്സ് ആയിരിക്കും. സോയിൽ ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത് അപ്ലയൻസസ് വിത്ത് ഹാവിംഗ് റിസീവ് ഹ്യൂമൻ എക്സ്ട്രാസ് ലൈക്ക് വാട്ടർ ക്ലോസറ്റ്സും യൂറിനൽസും ആയിരിക്കും. സോ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത്, ഇതിനകത്ത് ഉൾപ്പെടാത്തതെന്നാണ് ചോദ്യം, നോട്ട് എ അബ്ലൂഷൻ ഫിറ്റിംഗ്. അപ്പൊ ആദ്യം ഈ ഓപ്ഷന് അബ്ലൂഷൻ ഫിറ്റിംഗ്സ് ഏതാന്ന് നമ്മൾ അറിയണം. വാഷ് ബേസിൻ ശരിയാണ്, സിങ്ക്, ബാത്ത് ടപ്പ്, ഇതെല്ലാം എന്താ അബ്ലൂഷൻ ഫിറ്റിംഗിനകത്ത് വരുന്നതാണ്. അപ്പൊ വരാത്തത് ഏതാന്ന് ചോദിച്ചാൽ ആൻസർ എന്ത് വരും? ആൻസർ ഓപ്ഷൻ ഡി, ടാപ്പ്. അപ്പൊ എന്താണെന്ന് കഴിഞ്ഞ സ്ലൈഡ്സിൽ പറഞ്ഞിരുന്നു. സോ ആൻസർ ഓപ്ഷൻ ഡി, ട്രാപ്പ്. A septic tank is watertight tank where the following operation take place. സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് ഒരു അൺഎയറോബിക് കണ്ടീഷനിൽ ഒക്കർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് യൂണിറ്റ് ആണ്. അത് സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് മെയിൻലി ഒക്കർ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് സെഡിമെന്റേഷൻ ആൻഡ് ഡൈജഷൻ ആണ്. സൈമിൾട്ടേനിയസ്ലി ആയിട്ട് ഒരു ചേംബറിലായിരിക്കും സെപ്റ്റിക് ടാങ്ക് ഉണ്ടാകുന്നത്. അപ്പൊ മെയിൻ പോയിന്റ്സ് ഓർത്തിരിക്കുന്നത് അനേറോബിക് കണ്ടീഷനിലാണ്, ഒരു സെക്കൻഡറി ട്രീറ്റ്മെന്റ് യൂണിറ്റ് ആണ്. അവിടെ ഉണ്ടാകുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് സെഡിമെന്റേഷൻ പ്ലസ് ഡൈജഷൻ ആണ്. അതുകൂടാതെ ഓർത്തിരിക്കേണ്ടത് അതിന്റെ ഡിറ്റൻഷൻ പീരീഡ്, സെപ്റ്റിക് ടാങ്കിന്റെ ഡിറ്റൻഷൻ പീരീഡ് 24 hours ആണ്.
സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സെപ്റ്റിക് ടാങ്കിന്റെ ഓപ്പറേഷൻ ആണ്. അത് സെഡിമെന്റേഷൻ പ്ലസ് ഡൈജഷൻ ആണ്. Which is defined as the difference between the amount of chlorine added to water and the amount of chlorine remain at the end of a specified contact pressure. The gas which is mainly responsible for explosion in sewer is called. അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഗ്യാസ് ഏതാന്ന് ചോദിച്ചാൽ സീവറിനകത്ത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഗ്യാസ് ആണ്. ആൻസർ ഓപ്ഷൻ എ മീഥേൻ. മീഥേൻ ആണ് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഗ്യാസ് ഇൻ സീവർ. സോ ആൻസർ ഓപ്ഷൻ എ. The minimum dissolved oxygen required in water to save the aquatic life is. അപ്പം ഒരു വാട്ടറിൽ മിനിമം DO കണ്ടന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഡിസോൾവ്ഡ് ഓക്സിജന്റെ കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ഡിസോൾവ്ഡ് ഓക്സിജൻ DO ഇതിന്റെ അക്വാട്ടിക് ലൈഫിനെ സർവൈവ് ചെയ്യണമെങ്കിൽ അത് 3 to 4 ppm ഡിസോൾവ്ഡ് ഓക്സിജന്റെ കണ്ടന്റ് വാട്ടറിൽ വേണം. ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് 4 to 5 ppm എന്നും കാണാറുണ്ട്. ഇതിനടുത്ത റേഞ്ചിലാണ് KPSCയുടെ ആൻസർ കീ തരുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വാല്യൂ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. 3 to 4 അല്ലെങ്കിൽ 4 to 5 ആ റേഞ്ചിലുള്ള വാല്യൂസ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 5 to 10 ppm ഫോർ ഡ്രിങ്കിങ് പർപ്പസ്. ഡ്രിങ്കിങ് പർപ്പസിന് 5 to 10. ചില ക്വസ്റ്റിനകത്ത് 5 to 6 എന്ന് പറഞ്ഞ് KPSCയുടെ ആൻസർ കീഴിക്കകത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ 5 to 6 നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. റേഞ്ച് നിങ്ങൾ എങ്ങനെ ഓർത്താൽ മതി. 5 to 10 ppm ആണ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഫോർ ഡ്രിങ്കിങ് പർപ്പസ്. ഇനി ഞാൻ ഡിസോൾവ്ഡ് ഓക്സിജൻ ടെസ്റ്റ് ചെയ്യുന്നത് ലാബിൽ നിങ്ങൾ എൻവയോൺമെന്റൽ ലാബിലൊക്കെ ചെയ്തിട്ടുണ്ട്. വിംഗ്ലർ ടെസ്റ്റ് എന്ന് പറയും. വിംഗ്ലർ ടെസ്റ്റ് ആണ് നമ്മൾ ഡിസോൾവ്ഡ് ഓക്സിജന്റെ കണ്ടന്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ടൈട്രന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സോഡിയം തയോസൾഫേറ്റും ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാർച്ചുമാണ്. ഓക്കെ, ടെസ്റ്റ് നിങ്ങൾ എൻവയോൺമെന്റിനകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ടെസ്റ്റ് ഒന്നും അധികം ചോദിക്കത്തൊന്നുമില്ല. ജസ്റ്റ് ഈ ലിമിറ്റുകളൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ടെസ്റ്റിന്റെ പേര് വിംഗ്ലർ ടെസ്റ്റ്. ആ ടെസ്റ്റിന്റെ പേര് ഓർത്തിരിക്കുക. ടൈട്രന്റ് സോഡിയം തയോസൾഫേറ്റും ഇൻഡിക്കേറ്റർ സ്റ്റാർച്ചുമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നതിന്റെ എൻഡ് പോയിന്റ്. അത് നമുക്ക് ബ്ലൂ കളർ ആണ്. നമ്മൾ ഈ പറയുന്ന കുറെ ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഇരിക്കുന്ന സാമ്പിള് ബ്ലൂ കളറിലാണ്. അത് കളർലെസ് ആകുന്നിടം വരെയാണ് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത്. സോ അതിന്റെ എൻഡ് പോയിന്റ് ഓർത്തിരിക്കുക, ബ്ലൂ ടു കളർലെസ്. ഡിസോൾവ്ഡ് ഓക്സിജനകത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് 3 to 4 ppm അക്വാട്ടിക് ലൈഫിന്റെ സർവൈവിന് വേണ്ടി ഡിസോൾവ്ഡ് ഓക്സിജൻ വേണം. 5 to 10 ppm ഫോർ ഡ്രിങ്കിങ് പർപ്പസ്. അതിനുപയോഗിക്കുന്ന ടെസ്റ്റ് വിംഗ്ലർ ടെസ്റ്റ് ആണ്. അതിനകത്ത് ടൈട്രന്റ് സോഡിയം തയോസൾഫേറ്റ് ഇൻഡിക്കേറ്റർ സ്റ്റാർച്ച് ആണ്. അതിന്റെ എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ടു കളർലെസ് ആകുന്നിടം വരെയാണ് ടൈട്രേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഡിസോൾവ്ഡ് ഓക്സിജനകത്ത് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ മിനിമം ഡിസോൾവ്ഡ് ഓക്സിജൻ റിക്വയർഡ് ഇൻ വാട്ടർ ടു സേവ് ദ അക്വാട്ടിക് ലൈഫ്. അക്വാട്ടിക് ലൈഫ് സർവൈവ് ചെയ്യണമെങ്കിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ മിനിമം എത്ര വേണമെന്നാണ് ചോദ്യം. ഡിസോൾവ്ഡ് ഓക്സിജന്റെ റേഞ്ച് എത്ര? 3 to 4 ആണ്. അപ്പൊ മിനിമം എത്രയാണ്? 3 ആണ്. ഓപ്ഷനിൽ എന്തുണ്ട്? ആൻസർ ഉണ്ട്. സോ ആൻസർ ഓപ്ഷൻ സി 3 ppm. എ റിഫ്ലക്സ് വാൽവ് ഈസ് ഓൾസോ നോൺ ആസ്. റിഫ്ലക്സ് വാൽവിന്റെ വേറൊരു പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ വാൽവുകളും വാൽവുകളുടെ ഫംഗ്ഷനും എന്തൊക്കെയാണെന്ന് നോക്കാം. വാൽവുകൾ ഓരോന്ന് വീതം നോക്കാം. ഫസ്റ്റ് വാൽവ് ആണ് സ്ലൂയിസ് വാൽവ്. സ്ലൂയിസ് വാൽവ് എന്ന് പറയുന്നത് പൈപ്പ് ലൈൻസിൽ കൂടിയുള്ള വാട്ടറിന്റെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യാനാണ് സ്ലൂയിസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. സോ ഇതാണ് റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ പൈപ്പ് ലൈൻസ്. അതാണ് സ്ലൂയിസ് വാൽവ്. നെക്സ്റ്റ് വൺ ആണ് സ്കോർ അല്ലെങ്കിൽ ബ്ലോ ഓഫ് അല്ലെങ്കിൽ ഡ്രെയിൻ ഓഫ് വാൽവ് എന്ന് പറയുന്നത്. സ്കോർ അല്ലെങ്കിൽ ബ്ലോ ഓഫ് അല്ലെങ്കിൽ ഡ്രെയിൻ ഓഫ് വാൽവ്. ഇതിന്റെ പ്രത്യേകത ടു ഡ്രെയിൻ ഓഫ് ദ വാട്ടർ ഫ്രം ദ പൈപ്പ് ആഫ്റ്റർ ക്ലോസിംഗ് ദ സപ്ലൈ. സപ്ലൈ ക്ലോസ് ചെയ്തതിനു ശേഷം വാട്ടർ എന്ത് ചെയ്യണം? ആ പൈപ്പിൽ നിന്ന് ഡ്രെയിൻ ഓഫ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് സ്കോർ അല്ലെങ്കിൽ ബ്ലോ ഓഫ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. അത് സാധാരണ ഈ ടൈപ്പ് വാൽവുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പൈപ്പ് ലൈൻസിന്റെ ഏറ്റവും ലോവർ പോയിന്റിലായിരിക്കും. ലോ പോയിന്റിലായിരിക്കും വാൽവുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വാൽവാണ് റിഫ്ലക്സ് അല്ലെങ്കിൽ നോ റിട്ടേൺ അല്ലെങ്കിൽ ചെക്ക് അല്ലെങ്കിൽ വൺ ഡയറക്ഷൻ വാൽവ്. റിഫ്ലക്സ്, നോൺ റിട്ടേൺ, ചെക്ക് അല്ലെങ്കിൽ വൺ ഡയറക്ഷൻ വാൽവ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് വാട്ടറിനെ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ അലോ ചെയ്യത്തുള്ളൂ. സാധാരണ ഇത് ഉപയോഗിക്കുന്ന പമ്പിംഗ് മെയിൻസിലാണ്.
ഈ ട്യൂബ് വല്ലിന്നൊക്കെ വാട്ടർ പമ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്ത് എന്ന് വെച്ചാൽ തിരിച്ച് ബാക്ക്വേർഡിലോട്ട് വെള്ളം എന്ത് ചെയ്യാ ഫ്ലോ ചെയ്ത് പോകാൻ പാടില്ല. അതുകൊണ്ട് ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ വാട്ടറിനെ ഫ്ലോ ചെയ്ത് അലോ ചെയ്യത്തുള്ളൂ. So allow the water in one direction used in pumping means pump the water from tube well. Tube well in water ഒക്കെ പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ടൈപ്പ് വാൽവുകളാണ്. സോ അത് അവിടെ ഉപയോഗിക്കുന്ന വാൽവ് ഏതാണ്? റിഫ്ലക്സ് അല്ലെങ്കിൽ നോൺ റിട്ടേൺ അല്ലെങ്കിൽ ചെക്ക് അല്ലെങ്കിൽ വൺ ഡയറക്ഷൻ വാൽവ്. നെക്സ്റ്റ് വൺ ആണ് എയർ വാൽവ്. എയർ വാൽവ് എന്തിനു വേണ്ടി ആയിരിക്കും? പൈപ്പിലുള്ള എയറിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും എയർ വാൽവുകൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ബട്ടർഫ്ലൈ വാൽവ്. ബട്ടർഫ്ലൈ വാൽവ് എന്ന് വെച്ചാൽ ലാർജ് പൈപ്പുകൾക്കായിരിക്കും ഈ ടൈപ്പ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ലാർജ് പൈപ്പുകളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് വാൽവ് ആണ് ബട്ടർഫ്ലൈ വാൽവ്. നെക്സ്റ്റ് വൺ ആണ് ഗ്ലോബ് വാൽവ്. അതിന്റെ പ്രത്യേകത സ്മോൾ പൈപ്പിലായിരിക്കും ഈ ടൈപ്പ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. പറയുക, സ്ലൂയിസ് വാൽവ് എന്ന് പറഞ്ഞാൽ പൈപ്പ് ലൈൻസിൽ കൂടിയുള്ള വാട്ടറിന്റെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യും. സ്കോർ അല്ലെങ്കിൽ ബ്ലോ ഓഫ് അല്ലെങ്കിൽ ഡ്രെയിൻ ഓഫ് വാൽവ് എന്ന് പറയുന്നത് ഏറ്റവും ലോവർ പോയിന്റിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. റിഫ്ലക്സ്, നോൺ റിട്ടേൺ, ചെക്ക്, വൺ ഡയറക്ഷൻ വാൽവ് എന്ന് പറയുന്ന ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ വാട്ടറിന്റെ ഫ്ലോയെ അലോ ചെയ്യത്തുള്ളൂ. ഇത് ഉപയോഗിക്കുന്നത് എവിടെയാണ്? പമ്പ് ദ വാട്ടർ ഫ്രം ട്യൂബ് വെൽ. ട്യൂബിൽ നിന്ന് വാട്ടർ പമ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എയർ വാൽവുകൾ എന്താണ്? എയർ റിലീസ് ചെയ്യാൻ വേണ്ടിയാണ്. ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ലാർജ് പൈപ്പുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഗ്ലോബ് വാൽവ് സ്മോൾ പൈപ്പിലാണ് ഉപയോഗിക്കുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റിഫ്ലക്സ് വാൽവിനെ വേറൊരു പേരെന്താണ്? റിഫ്ലക്സ് വാൽവിനെ വേറൊരു പേരിലൂടെ അറിയപ്പെടും. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ചെക്ക് വാൽവ് അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവ്, പിന്നെ റിഫ്ലക്സ് വാൽവ്, വൺ ഡയറക്ഷൻ വാൽവ് എന്നൊക്കെയാണ് അതിനെ അറിയപ്പെടുന്നത്. എന്തിനാണ് അവിടെ ഉപയോഗിക്കുന്നത്? പമ്പിംഗ് മീൻസിലാണ് മെയിൻലി റിഫ്ലക്സ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. The valve which operates automatically when the pressure in the pipe exceeds the set of pressure is called. ഒരു പൈപ്പിൽ നമ്മൾ പ്രഷർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിനെക്കാട്ടിലും കൂടുതലാവുകയാണ് എങ്കിൽ ഈ ടൈപ്പ് വാൽവുകൾ ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റഡ് ആവും. സോ ആ ടൈപ്പ് വാൽവിനെ വിളിക്കുന്ന പേരാണ് റിലീഫ് വാൽവ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, റിലീഫ് വാൽവ്. എന്താണ് പ്രത്യേകത? ദ വാൽവ് വിച്ച് ഓപ്പറേറ്റ്സ് ഓട്ടോമാറ്റിക്കലി വെൻ ദ പ്രഷർ ഇൻ ദ പൈപ്പ് ഈസ് എക്സീഡ്സ് ദ സെറ്റ് ഓഫ് പ്രഷർ ഈസ് കോൾഡ് റിലീഫ് വാൽവ്. The pipe which carries the discharges from sanitary fittings such as water closets, urinals, etc. is called. നമ്മൾ സാനിറ്ററി ഫിറ്റിംഗ്സിന് രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ സോയിൽ ഫിറ്റിംഗ്സും അബ്ലൂഷൻ ഫിറ്റിംഗ്സും. സോയിൽ ഫിറ്റിംഗ്സിനകത്ത് വരുന്നതാണ് ഈ വാട്ടർ ക്ലോസറ്റ്സ്, യൂറിനൽസ് എന്ന് പറയുന്നത്. സോ സോയിൽ ഫിറ്റിംഗിൽ നിന്നും വരുന്ന വേസ്റ്റുകൾ കൺവേ ചെയ്തുകൊണ്ട് പോകുന്ന പൈപ്പിനെ വിളിക്കുന്ന പേരാണ് സോയിൽ പൈപ്പ്. എന്താണ്? സോയിൽ പൈപ്പ്. ഈ വാട്ടർ ക്ലോസറ്റ്സും യൂറിനൽസിൽ നിന്ന് വരുന്ന ആ ഒരു അതിന്റെ ഫിറ്റിംഗ്സ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോയിൽ ഫിറ്റിംഗ്സ്. അതിൽ നിന്നും വരുന്ന വേസ്റ്റുകളെ കൺവേ ചെയ്തുകൊണ്ട് പോകുന്ന പൈപ്പാണ് സോയിൽ പൈപ്പ്. ബാക്കിയുള്ള പൈപ്പുകൾ നമുക്ക് അടുത്ത സ്ലൈഡ്സിൽ നോക്കാം. എ പൈപ്പ് ഇൻസ്റ്റാൾഡ് ഫോർ വെന്റിലേഷൻ പർപ്പസ്. വെന്റിലേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ആണ് വെന്റ് പൈപ്പ്. മെയിൻലി ഫൗൾ ആയിട്ടുള്ള ഗ്യാസസ്, അത് സീവറിൽ നിന്നോ അല്ലെങ്കിൽ ഡ്രെയിൻസിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്ക് ഡിസ്ചാർജ് ചെയ്യാനാണ് ഈ ടൈപ്പ് വെന്റ് പൈപ്പുകൾ ഉപയോഗിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി, വെന്റ് പൈപ്പ്. The pipe used to carry the discharges from sanitary fitting like kitchen, bathroom, etc. is called. എവിടെ നിന്നൊക്കെ വരുന്നതാണ്? കിച്ചണിൽ നിന്നും ബാത്റൂമിൽ നിന്നുമൊക്കെ വരുന്ന ഡിസ്ചാർജ് ക്യാരി ഔട്ട് ചെയ്തുകൊണ്ട് പോകുന്ന പൈപ്പിനെ വിളിക്കുന്ന പേരാണ് വേസ്റ്റ് പൈപ്പ്. ഈ വേസ്റ്റ് പൈപ്പിനകത്ത് മെയിൻലി സള്ളേജ് ആണ്. സള്ളേജ് എന്താണെന്ന് കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞായിരുന്നു. എന്താണ് സള്ളേജ്? ലിക്വിഡ് വേസ്റ്റ് ആണ്. അത് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? കിച്ചണിൽ നിന്നും ബാത്റൂമിൽ നിന്നും ഒക്കെ വരുന്ന ലിക്വിഡ് വേസ്റ്റിനെയാണ് സള്ളേജ് എന്ന് പറഞ്ഞത്. അപ്പൊ വേസ്റ്റ് പൈപ്പിനകത്ത് മെയിൻലി കൺവേ ചെയ്തുകൊണ്ട് പോകുന്ന എന്തിനെ തന്നെയാണ്? സള്ളേജിനെയാണ്. സോ വേസ്റ്റ് പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് ലിക്വിഡ് വേസ്റ്റ് ആണെന്ന് ഓർക്കുക. ഹ്യൂമൻ എക്സ്ട്രാസ് ഇല്ല. ഹ്യൂമൻ എക്സ്ട്രാസ് ഉള്ളതിനെ എന്താ വിളിക്കുന്നത്? സോയിൽ പൈപ്പ് എന്നാണ്. സോ ഇതിനകത്ത് എന്താണ്? സാനിറ്ററി ഫിറ്റിംഗ്സ് ലൈക്ക് കിച്ചണിൽ നിന്നും ബാത്റൂമിൽ നിന്നും വരുന്ന ലിക്വിഡ് വേസ്റ്റുകൾ, മെയിൻലി അവിടുന്ന് ലിക്വിഡ് വേസ്റ്റുകളാണ് കൺവേ ചെയ്തുകൊണ്ട് പോകുന്നത്. ആ ടൈപ്പ് പൈപ്പിനെ വിളിക്കുന്ന പേരാണ് വേസ്റ്റ് പൈപ്പ്. A pipe which is installed in the house drainage to preserve the water seal of trap. വാട്ടർ സീലിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് പൈപ്പിനെ വിളിക്കുന്ന പേരാണ് ആന്റി സൈഫണേജ് പൈപ്പ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓർത്തിരിക്കണം,
ഒരു പൈപ്പാണ്. അതെന്തിനാ ഹൗസ് ഡ്രെയിനേജിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു, എന്തിനു വേണ്ടിയാണ്? മെയിൻ പർപ്പസ് ആണ് പ്രിസർവ് ദ വാട്ടർ സീൽ ഓഫ് ട്രാപ്പ്. ഫംഗ്ഷൻ എന്താണ്? പ്രിസർവ് ദ വാട്ടർ സീൽ ഓഫ് ട്രാപ്സ്. ആൻസർ ഓപ്ഷൻ ബി, ആന്റി സൈഫണേജ് പൈപ്പ്. The best system of plumbing of drainage work in building is. ബിൽഡിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബെസ്റ്റ് പ്ലംബിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഓപ്ഷനുള്ള ഓരോന്നും ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ്, നമുക്ക് പ്ലംബിംഗ് സിസ്റ്റത്തെ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതാണ് ഈ ഓപ്ഷനിൽ തന്ന 1 പൈപ്പ് സിസ്റ്റം, 2 പൈപ്പ് സിസ്റ്റം, സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം, പാർഷ്യലി വെന്റിലേറ്റഡ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. ഫസ്റ്റ് വൺ ആണ് 2 പൈപ്പ് സിസ്റ്റത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 പൈപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലംബിംഗ് സിസ്റ്റത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് സിസ്റ്റം ആണ് ഈ 2 പൈപ്പ് സിസ്റ്റം. മെയിൻലി ഇത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിലാണ് 2 പൈപ്പ് സിസ്റ്റം കൂടുതൽ സൂട്ടബിൾ ആകുന്നത്. അപ്പൊ 2 പൈപ്പ് സിസ്റ്റത്തിന്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞായിരുന്നു സോയിൽ പൈപ്പ്. സോയിൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിനകത്ത് സോയിൽ ഫിറ്റിംഗ്സിൽ നിന്നും വരുന്ന വേസ്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്? കൺവേ ചെയ്തുകൊണ്ട് പോകുന്നത്. അതാണ് ആദ്യത്തെ പൈപ്പ്. നെക്സ്റ്റ് പൈപ്പ് എന്ന് പറയുന്നത് സള്ളേജ് പൈപ്പ് അല്ലെങ്കിൽ വേസ്റ്റ് പൈപ്പ്. അതിനകത്ത് എന്താണ്? സള്ളേജിനെ അല്ലെങ്കിൽ ലിക്വിഡ് വേസ്റ്റിനെയാണ് കൺവേ ചെയ്തുകൊണ്ട് പോകുന്നത്. ഈ 2 പൈപ്പുകളും സെപ്പറേറ്റ് ആയിട്ടാണ്. അതാണ് 2 പൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട്, ഒരു പൈപ്പിൽ കൂടി സോയിൽ പൈപ്പാണ്, ഒരു പൈപ്പ് എന്ന് പറഞ്ഞ വേസ്റ്റ് പൈപ്പാണ്. ഇത് രണ്ടും 2 രീതിയിൽ പോകുന്നു. അതിനകത്ത് 2 ആയിട്ടായിരിക്കും വേസ്റ്റ് പോകുന്നത്. ഇതെന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി വെന്റിലേറ്റഡ് ആണ്. 2 പൈപ്പാണ്, അതുകൊണ്ട് സെപ്പറേറ്റ്ലി അത് വെന്റിലേറ്റഡ് ആണ്. അതിനെയാണ് 2 പൈപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞത്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബെസ്റ്റ് പ്ലംബിംഗ് ഓഫ് എ ഡ്രെയിനേജ് വർക്ക് ഇൻ ബിൽഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 2 പൈപ്പ് സിസ്റ്റം. ഇനി ഓപ്ഷൻ ഉള്ളതാണ് 1 പൈപ്പ് സിസ്റ്റം. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോയിൽ അല്ലെങ്കിൽ ഈ സോയിൽ വേസ്റ്റ് അതും ഈ അല്ലാതുള്ള നമ്മുടെ ലിക്വിഡ് വേസ്റ്റും കൂടി രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഒരു പൈപ്പിൽ കൂടി ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അത് സെപ്പറേറ്റ്ലി തന്നെ വെന്റിലേറ്റഡ് ആണ്. ഓക്കെ, ഒരു പൈപ്പിലൂടെ ആണെങ്കിലും അത് സെപ്പറേറ്റ്ലി വെന്റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് വൺ ആണ് സിംഗിൾ സ്റ്റാക്ക്. സിംഗിൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് സോയിലും വേസ്റ്റും ഒരു പൈപ്പിൽ കൂടിയാണ് പോകുന്നത്, പക്ഷേ സെപ്പറേറ്റ്ലി അത് എന്തല്ല? വെന്റിലേറ്റഡ് അല്ല. നെക്സ്റ്റ് വൺ ആണ് പാർഷ്യലി വെന്റിലേറ്റഡ് സിംഗിൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ട്രാപ്പ് ഓഫ് വാട്ടർ ക്ലോസറ്റ് ഈസ് സെപ്പറേറ്റ്ലി വെന്റിലേറ്റഡ് ബൈ സെപ്പറേറ്റ് വെന്റ് പൈപ്പ്. ഒരു സെപ്പറേറ്റ് വെന്റ് പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ അതിനെ സെപ്പറേറ്റ്ലി വെന്റിലേറ്റ് ചെയ്യും. അതാണ് പാർഷ്യലി വെന്റിലേറ്റഡ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബെസ്റ്റ് സിസ്റ്റം ഓഫ് പ്ലംബിംഗ് ഓർ ഡ്രെയിനേജ് വർക്ക് ഇൻ ബിൽഡിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന് ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാലും അതിന്റെ ആൻസറും 2 പൈപ്പ് സിസ്റ്റം ആണ്. സോ ഓർത്തിരിക്കുക, ഓപ്ഷൻ ബി 2 പൈപ്പ് സിസ്റ്റം. സോ ഇത്രയാണ് ഇന്നത്തെ സാനിറ്ററി എഞ്ചിനീയറിംഗിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻസും. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.